ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. ഒരുപാട് സാധനങ്ങൾ ഞായറാഴ്ച ഉണ്ട് വെച്ചാണ്ടാ. ആണോ? ഞാൻ സ്പെഷ്യലായിട്ട് ഒന്നുമില്ല, സ്പെഷ്യൽ ഒന്നുമില്ല. സാധാരണ ഞായറാഴ്ച ആകുമ്പോ ഇപ്പൊ ഇവളുടെ വീട്ടിൽ നിന്നും കുറച്ച് കറി കൊണ്ടുവന്നുണ്ട്, ഇവിടെ എന്റെ ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ 2 കറിയും കൂടി വെക്കുന്നതാ. ഫിഷൊക്കെ സാധാരണ രാവിലെ ബ്രേക്ക്ഫാസ്റ്റില് നോർമലി അങ്ങനെ നോൺ വെജ് എല്ലാം കൂടെ ഒരു കൊണ്ടുവരാറില്ല. ഇവിടുത്തെ പ്രത്യേകതയാണോ? ഞാൻ എല്ലാ ദിവസവും രാവിലെ ആണോ? അത് ശരി. അതല്ലേ എനിക്ക് നാട്ടില് ഞാൻ പറഞ്ഞില്ലേ നിലമ്പഞ്ഞോളെന്ന് പറഞ്ഞൊരു നാട്ടിലാണ് താമസിച്ചെന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ ഉമ്മുക്കുൽസിത്ത എന്ന് പറഞ്ഞൊരു ഇത്തയുണ്ട്, ഉമ്മിച്ചിന്നൊക്കെ ഞങ്ങൾ വിളിക്കണേ. അവരുടെ ഇടിയപ്പമാണ് ഞാൻ ഇന്നുവരെ കഴിച്ചതിൽ ലോകത്തിലെ ഏറ്റവും നല്ല ഇടിയപ്പം. അപ്പൊ എല്ലാ ദിവസവും അപ്പിച്ചി എനിക്ക് ഒരു 5 രൂപ തരും. ഞാൻ ഈ 5 രൂപയായിട്ട് പോയിട്ട് 5 ഇടിയപ്പം മേടിക്കും. ചില ദിവസങ്ങൾ അവര് തന്നെ ഈ തലേ ദിവസം ഇറച്ചിക്കറി ഉണ്ടാക്കുമല്ലോ, ഈ ഇറച്ചിക്കറിയിട്ട് ചട്ടിയിലേക്ക് ഇത്തിരി കഞ്ഞിവെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പറ്റിയിട്ട് എനിക്ക് ആ 5 ഇടിയപ്പത്തിന്റെ പുറത്തോട്ട് ഇട്ടു. അതാണ് ഇപ്പോഴും ഞാൻ അതുകൊണ്ട് എത്ര കൊല്ലം എന്ന് പറയുമ്പോ എല്ലാ ദിവസവും ഇടിയപ്പം തന്നെ ഉള്ളു സംഭവം തന്നെ. ഞാൻ ഇല്ല. ഇപ്പം പഴയ പോലല്ല, ഒരു നടനായിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഗ്രീഷ്മയുടെ വല്ല പങ്കുണ്ടോ ഇതിനകത്ത്? ഇവിടെ മോശം കറി ഉണ്ടാക്കുന്നതുകൊണ്ട് ഡയറ്റാ കഴിക്കാണ്ടിരിക്കുന്നു. കുക്കിംഗ് ഒക്കെ എങ്ങനെയാണ്? അത്യാവശ്യം ഒക്കെ അറിയാം, ജീവിച്ചു പോവല്ലേ. അമ്മിച്ചില്ലേ പേട്ട കുക്കാണ്, നോൺ വെജ് ആണ് അമ്മിച്ചിയുടെ സ്പെഷ്യല്. ഗ്രീഷ്മയുടെ സ്പെഷ്യൽ എന്താ? ഞാൻ അങ്ങോട്ട് നോക്കുന്നു. പറഞ്ഞോടി, നുണ പറഞ്ഞു. മീനും ചിക്കൻ കറി വെക്കാൻ അറിയാം. ഇനി നമ്മള് കല്യാണത്തിലേക്ക് പോവാം. നിങ്ങളുടെ രണ്ടുപേരുടെ മാരേജ് എങ്ങനെയാണ്? ഈ പ്രൊപ്പോസൽ ലവ് മാരേജ് ആണോ? അല്ല, അറേഞ്ച്ഡ് കം ലവ് ആണ്. അല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് വന്നതാ. ഒരാലോചന വന്നു, അപ്പൊ അങ്ങനെ നടത്തിയതാ. പിന്നാണ് വന്നപ്പോ സംസാരിച്ച് ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫിലിം ഫീൽഡാണ്, അപ്പൊ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ പെട്ടെന്ന് ചൂടാവണ ടൈപ്പാണല്ലോ, അതെല്ലാം പറഞ്ഞ് അതൊക്കെ പറഞ്ഞായിരുന്നു ആദ്യം തന്നെ. പെണ്ണ് കണ്ടിട്ട് 1 കൊല്ലത്തോളം കഴിഞ്ഞിട്ടാണ്. ഓ, അപ്പൊ അത്രയും ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇത് തന്നെയായിരുന്നു. നമ്മള് വിളിച്ചിട്ട് എന്താ പറയുക, സുഖമാണ്, ഭക്ഷണം കഴിച്ചു, അതൊന്നും ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ടുള്ള ഇപ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ പരാതിയൊന്നുമില്ല. ഞാൻ പണ്ടും വിളിക്കൂലായിരുന്നു, ഇപ്പോഴും വിളിക്കൂല. അമ്മച്ചായിട്ട് സെറ്റാണ് ഉള്ളൂ, അതാണ് എന്റെ സന്തോഷം. അപ്പൊ നിങ്ങളുടെ എങ്ങനെയാണ് ഹണിമൂൺ ട്രിപ്സും കാര്യങ്ങളൊക്കെ? ഒരാഴ്ച പുറത്തു പോയി സിംഗപ്പൂരിൽ, അത് മാത്രമുള്ള ആകെ പോയേക്കണേ. പിന്നീട് ഒറ്റ അങ്ങോട്ട് ദുൽഖറിന്റെ പടം തുടങ്ങിയിട്ട് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് മാറി. ഈ പടത്തിന്റെ ഇതായിട്ട് ഇതുവരെ പിന്നെ ഞാൻ വീട്ടില് 1 തവണ വന്നല്ലേ, 1 തവണ 2 തവണ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടെ ഇപ്പൊ എല്ലാം കൂടെ ഒരു കൺഫ്യൂഷൻ എന്തൊക്കെയായിരുന്നു സത്യം പറഞ്ഞാലും. ഞാനിപ്പം താറാവ് എടുത്തിട്ടുണ്ട്, മീൻകറി എടുത്തിട്ടുണ്ട്, ചിക്കൻ വന്നിട്ടുണ്ട്, പിന്നെ മുട്ടക്കറി.